ഹലോ ഗൈസ്, വെൽക്കം ടു മൈ വ്ളോഗ്. നമ്മളിന്ന് ഓക്ലാൻഡിൻ്റെ സിറ്റി ഒന്ന് വെറുതെ എക്സ്പ്ലോർ ചെയ്യാമെന്ന് വെച്ചു. അതാ വെൽക്കം ടു മൈ വ്ളോഗ് എന്ന് പറ. വീടല്ലേ? ആക്ച്വലി ഇത് ഓക്ലാൻഡ് സിറ്റിയുടെ സ്കൈ ടവറായി കാണുന്ന ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള ടവറാണത്. യു കനോട്ട് ജംപ് ഫ്രം ദെയർ. വേണ്ട വേണ്ട വേണ്ട, വാ. ഓ എൻ്റെ അമ്മേ, അവൻ ചാടി. അപ്പോൾ ഓക്കെ, അപ്പോൾ അതാണ് ഓക്ലാൻഡ് സിറ്റി ടവർ. ഏറ്റവും ഹൈറ്റുള്ള എന്താ പറയുക, ഈ സിറ്റിയിൽ ഏറ്റവും ഹൈറ്റുള്ള ടവറാണ്. ഇവിടുത്തെ ഒരു എന്താ പറയണ എന്നെ ഒരു ലാൻഡ് മാർക്ക്. നമ്മുടെ ഈ ബുർജ് ഖലീഫ എന്നൊക്കെ പറയണ പോലെ. പക്ഷേ ബുർജ് ഖലീഫയുടെ ഒക്കെ ഒരു 3-1, എനിക്ക് തോന്നുന്നു ഒരു 10-1 ഉണ്ടാവുള്ളൂ എന്ന് തോന്നുന്നു കേട്ടോ, ചെറുതാ. പിന്നെ ഉള്ളതിൽ ഏറ്റവും ഹയസ്റ്റ് ഇവനാണ്. ഈ ചേട്ടന്മാർ ഇവിടെ നിന്നിട്ട് വെള്ളത്തിലേക്ക് ചാടി കളിക്കുന്നുണ്ട്. ഇതൊരു നാച്ചുറൽ പൂളാണ്, കടലിനോട് ചേർന്നൊരു പൂൾ ഉണ്ടാക്കിയേക്കാണ്. ഇവിടെ നിന്ന് കുറേ പേര് ഇങ്ങനെ നീന്തുന്നൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ നല്ല സ്വിമ്മിങ്ങിന് വേണ്ടിയിട്ട് ഒരുപാട് ട്രാക്സ് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇവരൊന്ന് ചാടട്ടെ, എന്നിട്ട് ഞാനത് കാണിച്ചു തരാം. അമ്മീ ചാടുന്നുണ്ടതാ. അവൻ പേടിച്ച് നിൽക്കും കേട്ടോ ചാടാനായിട്ട്. നമ്മൾ ഇതിൻ്റെ മുകളിൽ ഒരു കുഞ്ഞ് പാലം കണ്ടു. ആ പാലം സൈറനൊക്കെ അടിച്ചിട്ട് അതിൽ ആൾക്കാർ നടന്നു പോണത് സ്റ്റോപ്പ് ചെയ്തു കേട്ടോ. ഇതുവഴി ആൾക്കാർ നടന്നു പോയിക്കൊണ്ടിരുന്നതാണ്. എന്നിട്ട് സൈറൻ വന്നടിച്ചിട്ട് ഇത് സ്റ്റോപ്പ് ചെയ്തു. അപ്പോൾ അതാ ഈ പാലം പൊങ്ങുന്നുണ്ട് ഇവിടെ, കണ്ടോ? ഈ പാലം പൊങ്ങുമ്പോൾ അവിടെ നിന്ന് ബോട്ട് വരുന്നുണ്ട്. ആ ബോട്ടിന് പോകാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ബോട്ട് വരുന്നുണ്ട്. ഓ, നമുക്കത് സർപ്രൈസ് ആയി പോയിട്ടോ. നല്ല വലിപ്പം വെച്ചു. ഇവിടെ ഈ ചെറിയ ബോട്ട്സ് ഒക്കെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ അടിയിൽ കൂടെ പോകാനായിരിക്കും, അതുകൊണ്ടായിരിക്കും ഇത് പൊക്കിയത്. ഓ സൂപ്പറാട്ടോ. ബോട്ടൊക്കെ ഇവിടെ തന്നെ നിൽക്കുകയാണല്ലോ, പോകുന്നില്ലല്ലോ. ചിലപ്പോൾ ഇവർക്ക് പോകാനുള്ള കമാൻഡ് കിട്ടിയിട്ടുണ്ടാവില്ല. ഇത് ഇപ്പോഴും പൊങ്ങിക്കൊണ്ടിരിക്കുക. സ്ലോ ആയിട്ടാട്ടോ ഇത് മാറുന്നത്, കണ്ടോ? മാറുന്നുണ്ട് ഇത്. അതിവിടെ വന്നാണത്. സൂപ്പർ. സ്റ്റോപ്പായി. ചിലപ്പോൾ ഇപ്പോൾ ബോട്ട് പോവായിരിക്കും. ബോട്ട് വന്നു. നമ്മുടെ നാട്ടിൽ വെണ്ടുരുത്തിപ്പാലമൊക്കെ ഇങ്ങനെയാണല്ല ആണെന്ന് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഇത് ഇപ്പോൾ ഓപ്പറേറ്റിംഗ് ആണോന്ന് അറിയില്ല. പക്ഷെ ഇത് കൊള്ളാട്ടോ. ഓ മൈ ഗോഡ്, ബോട്ട് പോണുണ്ടോ? ആ 2 ബോട്ട് പോയി കഴിഞ്ഞപ്പോൾ ഇവന് അടഞ്ഞു തുടങ്ങി കേട്ടോ. കൊള്ളാട്ടോ. നമുക്കിത് ഒട്ടും പ്രതീക്ഷിക്കാതെ കിട്ടിയൊരു വ്യൂ ആണ്. വെറുതെ ഒന്ന് കറങ്ങിറങ്ങിയതാണ്. ഇവിടെ നൈറ്റ് മാർക്കറ്റ് ഉണ്ട്, അപ്പോൾ അതൊക്കെ കാണാമെന്ന് വെച്ച് ഇറങ്ങിയപ്പോൾ ഇങ്ങനെ ഒരു വ്യൂ കിട്ടിയത്. കണ്ട് അത് ചേർന്നു. എന്താ വ്യൂ അല്ലേ? പാലം സ്ട്രെയിറ്റ് അല്ല നിൽക്കുന്നത്, പാലം ഇങ്ങനെ ഒരു കോണ് പോലെ നിൽക്കുന്നത്. ബാക്കിൽ മൊത്തം ഓക്ലാൻഡ് സിറ്റിയാണ് കാണുന്നത്. ഓക്ലാൻഡ് സിറ്റിയുടെ ടവർ. പാലം ഓപ്പൺ ആയിട്ടോ. ആൾക്കാരൊക്കെ കയറി തുടങ്ങിയതാ. നമ്മളിപ്പോൾ പൊങ്ങി നിന്ന പാലത്തിൽ കൂടെ ആൾക്കാർ കയറി പോകുന്നത് കാണുന്നത്. പൊതുവേ ന്യൂസിലാൻഡിൽ 7 മണി 7:30 ആകുമ്പോഴേക്കും എല്ലാവരും കയറി കിടന്ന് ഉറങ്ങുമെന്നാണ് ഒരു വെപ്പ്. കാരണം ഇവിടെ നൈറ്റ് ലൈഫ് അങ്ങനെ ഇല്ല. പക്ഷേ ഓക്ലാൻഡ് സിറ്റിയിൽ ഈ ഒരു ഭാഗത്ത് ഒരു നൈറ്റ് മാർക്കറ്റ് ഉണ്ട്. നൈറ്റ് മാർക്കറ്റിൽ അത്യാവശ്യം ആക്റ്റീവാണ്. നമ്മൾ വന്നപ്പോൾ ഒത്തിരി ആൾക്കാരും കാണുന്നുണ്ട്. അപ്പോൾ 1-2 വീഡിയോസിൽ കണ്ടിട്ടാണ് നമ്മൾ ഇത് എന്താണെന്ന് അറിയാൻ വേണ്ടി വന്നത്. അപ്പോൾ എന്താണ് നൈറ്റ് മാർക്കറ്റ് എന്നുള്ളത് നിങ്ങളെയും കൂടി കാണിച്ചു തരാം. ഒരു സൈഡിൽ മൊത്തം ബാർ റെസ്റ്റോറൻറ്റുകളാണ്. വൈകുന്നേരമൊക്കെ ആയി കഴിയുമ്പോൾ ഇതാ ഇപ്പുറത്തൊരു കടലാണ്. ഈ കടലിൻ്റെ വ്യൂവിൽ ഇരുന്നിട്ട് ആൾക്കാരിങ്ങനെ ഒരെണ്ണടിച്ച് ഒരു ബിയറൊക്കെ അടിച്ച് അങ്ങനെ ഇരിക്കുന്ന ഒരു സെറ്റപ്പാണെന്ന് തോന്നുന്നു. ഫുഡും ഉണ്ട്, എനിക്ക് തോന്നുന്നു. ഒരുപാട് കാണുന്നുണ്ട് കേട്ടോ. മറ്റേ നമ്മുടെ ഇവിടുത്തെ നോർമൽ ഫുഡിൻ്റെ കാണുന്നുണ്ട്. മലേഷ്യ തായ് ഫുഡിൻ്റെ കൊണ്ട് കുറേ കണ്ടു. ജാപ്പനീസ് ഫുഡിൻ്റെ കുറേ കണ്ടു. പലതരത്തിലുള്ള റെസ്റ്റോറൻറ്റുകളുണ്ട്.
പിന്നെ ഈ താഴത്ത് കാണുന്നത് എനിക്ക് തോന്നുന്നു പണ്ട് ഓക്ലാൻഡിൽ ട്രാം ഉണ്ടായിരുന്നു തോന്നുന്നു. ഇപ്പോൾ ഉണ്ടോയെന്ന് അറിയില്ല, ഞാൻ കണ്ടിട്ടില്ല. ഇപ്പോൾ 1-2 സ്ഥലത്തൊക്കെ കണ്ടിട്ടുണ്ട്. അതിങ്ങനെ ചുമ്മാ ഒരു പാർക്കിൻ്റെ സെറ്റപ്പ് പോലെ ഉള്ളൂ, അല്ലാതെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ടുള്ള ഒരു ട്രാമൊന്നും ഞാൻ ഓക്ലാൻഡിൽ കണ്ടിട്ടില്ല. പക്ഷേ ഈ കാണുന്നത് എനിക്ക് തോന്നുന്നു നല്ല പഴക്കമുണ്ട്, തുരുമ്പെടുത്തു. പിന്നെ ഇതിങ്ങനെ പൊളിഞ്ഞു പോയി. ക്ലോസ് ആയിട്ട് നമ്മൾ നോക്കുമ്പോൾ ഈ ട്രാമിൻ്റെ ട്രാക്കൊക്കെ ആകെ തകർന്നിരിക്കുക. പിന്നെ ട്രാമിൻ്റെ ട്രാക്കിൻ്റെ ഇടയിൽ കൂടെ അവർ ബെഞ്ചസ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ട്രാക്ക് പോകുന്ന ഭാഗത്താണ് ബെഞ്ചുള്ളത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് ആക്റ്റീവായിട്ടുള്ള ഒരു ട്രാക്കാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ നൈറ്റ് മാർക്കറ്റിലേക്ക് നമ്മളിങ്ങനെ എത്തിക്കൊണ്ടിരിക്കുന്ന അവിടെ എത്തുമ്പോഴേക്കും അവിടെ ഒത്തിരി ക്രൗഡ് കാണുന്നുണ്ട്, ഒരുപാട് പേരെ കാണുന്നുണ്ട് അവിടെ. അതുപോലെ തന്നെ ഒത്തിരി പക്ഷികളുണ്ട്. എനിക്ക് തോന്നുന്നു ആൾക്കാർ ഫുഡ് കഴിക്കുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്നത് കഴിക്കാൻ വന്നിരിക്കുന്ന പാവം സീകളാണ്, സീകൾ പക്ഷികളാട്ടോ. ഇവിടെ കുറേ ബാർബിക്യൂ കാണുന്നുണ്ട്, പിന്നെ നൂഡിൽ ഷോപ്പുകൾ കാണുന്നുണ്ട്. ഇതാ ഒരു ഇന്ത്യൻ പാനിപ്പൂരി ഷോപ്പ് കാണാം. അതുപോലെ എന്താണാവോ കൊറിയൻ ഷോപ്പാണത്. അതിൻ്റെ ബോർഡ് കണ്ടിട്ട് ചൈനീസോ ജപ്പനീസോ മറ്റോ ആണിത്. അത് മറ്റേ ഷുഗർ സിറപ്പിൽ മുക്കിയ ഫ്രൂട്ട്സുകളാട്ടോ. പിന്നെ ഇതെന്തോ ഒരു ഗോതമ്പുണ്ട പോലത്തെ ഒരു ഉണ്ട. ഒരുപാട് കടയുണ്ട്. ഏഷ്യൻ ഫുഡ്, ഇവിടെ ഒരു ഏഷ്യൻ ഫുഡ് റെസ്റ്റോറൻറ്റ് കാണാം. ബബിൾ ടീ ഉണ്ട്, ജ്യൂസുകളൊക്കെ ആയിട്ട്. ചിക്കൻ തെരിയാക്കി ചിക്കൻ നല്ല ടേസ്റ്റ്, ഞാൻ കഴിച്ചിട്ടുണ്ട്. പിന്നെ ക്രിസ്പി ചിക്കൻ സ്റ്റിക്ക്, പിന്നെ ഒരു സ്പ്രിംഗ് ഒനിയൻ ബ്രെഡ് എന്ന് പറഞ്ഞിട്ടൊരു ഡിഷ് കാണുന്നുണ്ട്. ഈ ചേട്ടന് ഞാൻ വീഡിയോ എടുത്ത് അത്ര ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു. സാധനം കാണിക്കാതെ വീഡിയോ എടുത്ത് നടക്കാനോടാന്നായിരിക്കും പുള്ളിയുടെ ഒരു പുച്ഛഭാവത്തിൽ എനിക്ക് തോന്നിയത്. അതുപോലെ ഇവിടെ കുറേ നല്ല ടിക്ക ഐറ്റംസ്, പോർക്കൊക്കെ കേട്ടോ, പോർക്കൊക്കെയാണ് ടിക്ക. ഇത് നമ്മുടെ കൂന്തലാന്ന് തോന്നുന്നു. നല്ല ആക്റ്റീവായിട്ടുള്ള സ്ട്രീറ്റ് ആട്ടോ. വാവ്, ഉണ്ടോ മൊത്തം ആൾക്കാരൊക്കെ ആയിട്ട്. വൈകുന്നേരം വന്നിരുന്ന് ചില്ല് ചെയ്യാൻ പറ്റിയൊരു നല്ല ലൊക്കേഷനാണ്. ഓക്ലാൻഡിലുള്ള ആരെങ്കിലും ആണ് എൻ്റെ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ്. ഇത് നമ്മുടെ ഓക്ലാൻഡ് ന്യൂ മാർക്കറ്റിൻ്റെ അടുത്തായിട്ടാണ് വരുന്നത്. ഇവിടെ വന്നാൽ എനിക്ക് തോന്നുന്നു വൈകുന്നേരം 6 മണിക്ക് 7 മണിക്ക് എന്താണ് ഓപ്പൺ. ഞങ്ങളിവിടെ അടുത്ത് വെറുതെ വൈകുന്നേരം കുറച്ച് കാറ്റ് കൊള്ളാൻ ഇറങ്ങിയതാണ്. അപ്പോഴാണ് ഇങ്ങനെ നൈറ്റ് മാർക്കറ്റ് ഉണ്ടെന്നൊക്കെ കണ്ടത്. വെറുതെ ഇങ്ങനെ ഇറങ്ങി. നല്ല ആക്റ്റീവായിട്ടുള്ള സ്ട്രീറ്റ് ആട്ടോ. നമ്മൾ പൊതുവെ ഇവിടെ ഉള്ളവർ ബോറൊക്കെ അടിച്ച് വീട്ടിലിരിക്കാതിരിക്കുമല്ലോ, നേച്ചർ ബ്യൂട്ടി മാത്രം കണ്ട് മടുത്തിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്നിങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു സിറ്റി ലൈഫ്, പിന്നെ സ്ട്രീറ്റ് ഫുഡൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഒരു സ്ട്രീറ്റ് ഫുഡ് കഴിക്കാം. അങ്ങനെ എല്ലാം കൂടി നല്ല അടിപൊളിയാട്ടോ. അതന്നെ വേണോ പോർക്ക് ബൺ? ഇതാണ് പോർക്ക് ബൺ. കഴിച്ചു നോക്കാം അല്ലേ? കഴിച്ചു നോക്കിക്കോ, ചൈനക്കാരുടെ. ബണ്ണ് മാത്രമേ കിട്ടിയുള്ളൂ, ഉള്ളിലാണ് പോർക്കിരിക്കുന്നത്. നല്ലതാ. സുഷി പോലെയാണോ? പോർക്ക് ഭയങ്കരമായിട്ട് വേവിച്ചിട്ട് നല്ല പ്ലീ എന്നുള്ള പോർക്കാം. എന്തോ ഒരു ഇതുണ്ടോ, എന്തോ ഒരു കൈൻഡ് ഓഫ് സോസും ആഡ് ചെയ്തിട്ടുണ്ടോ. സ്പൈസി അല്ല. നീ ഏതാ പറഞ്ഞേ? ഏതാ പറഞ്ഞേ? അത് പോർക്കും ചിക്കനും ഒക്കെയാന്ന് തോന്നുന്നു. ചിക്കൻ സ്കിന്നുണ്ട്, ചിക്കൻ ഗിസാർഡ്സ് ഉണ്ട്, പെപ്പർ ചിക്കൻ, ബീഫുണ്ട്, ലാമ്പുണ്ട്. വാങ്ങിച്ചോ? കാണിച്ചേടാ, കാണിച്ചതാ. അങ്ങനെ നമ്മൾ എന്തിട്ട് സംഭവം? സ്ട്രോബെറിയുടെ വേഫേഴ്സ് അല്ലേ? ഇത് സ്ട്രോബെറി ഐസ്ക്രീം, ഇത് ഒറിജിനൽ സ്ട്രോബെറി,
ഇത് വേഫേഴ്സ്. മാർക്കറ്റൊക്കെ കഴിഞ്ഞിട്ട് ഓക്ലാൻഡിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ക്രിസ്മസ് ട്രീ കാണാമെന്ന് വെച്ചു. അതിന് വേണ്ടിയിട്ട് ക്രിസ്മസ് ട്രീ ഉള്ള സ്ഥലത്താണ് വരുന്നത്. ഓക്ലാൻഡ് നൈറ്റ് കാണാൻ നല്ല ഭംഗിയാട്ടോ. ഓക്ലാൻഡിൽ ഫുള്ള് ലൈറ്റ്സൊക്കെ ഇട്ടിട്ടേ, ബിൽഡിങ്ങിൽ ലൈറ്റ്സൊക്കെ ഇട്ട്, പിന്നെ ക്രിസ്മസ് സീസണും കൂടി ആയതുകൊണ്ട് അതിൻ്റെ ഒരു ഭംഗി വേറെയാണ്. മൊത്തത്തിൽ നല്ല രസമാണ് കാണാനായിട്ട്. പൊതുവെ ഇവിടെ ഹൈറൈസ് ബിൽഡിങ്ങുകൾ വളരെ കുറവാണ്. സിറ്റി ഒഴിച്ച് ബാക്കി ഒരിടത്തും നമുക്ക് വലിയ വലിയ വീടുകളോ അല്ലെങ്കിൽ വലിയ ബിൽഡിങ്സോ ഒന്നും കാണാൻ പറ്റത്തില്ല. കാരണം ഇവിടെ പൊതുവെ ഭൂകമ്പം കൂടുതലുള്ള സ്ഥലമാണെന്നാണ് പറയുന്നത്. അപ്പോൾ സിറ്റി റഷ് ആയതുകൊണ്ടും ഓഫീസുകളും എല്ലാം ഒക്കെ ഉള്ളത് കൊണ്ടായിരിക്കും. പിന്നെ ഹോട്ടൽസൊക്കെ വേണമല്ലോ, അതുകൊണ്ടാണ് ഇവിടെ ഇത്രയും ഹൈറൈസ് ആയിട്ടുള്ള ബിൽഡിങ്സ് വരുന്നത്. അതല്ലാതെ ഒരിടത്തും ഹൈറൈസ് ബിൽഡിംഗ് കാണാൻ പറ്റില്ല. അതുപോലെ അതിലും ആ ബിൽഡിങ്ങിനൊക്കെ കുറഞ്ഞത് ഒരു 100-150 കൊല്ലെങ്കിലും പഴക്കം കാണും കേട്ടോ. നല്ല പഴയ ബിൽഡിങ്ങാണ്. പണ്ട് ഇംഗ്ലീഷുകാർ വന്നപ്പോൾ ഉണ്ടാക്കിയ ബിൽഡിങ്സ് ആയിരിക്കും അതൊക്കെ. പിന്നെ ഇതൊക്കെ ഒരു മോളാണ്. അത്യാവശ്യം നല്ല ഒരുപാട് ഷോപ്സ്, ഇത് H&M, പിന്നെ ഒരുപാട് ഷോപ്സൊക്കെ ഉള്ള മോളാണ് ഇത്. ഈ സമയത്തൊക്കെ ഒരുവിധപ്പെട്ട ഷോപ്സൊക്കെ ക്ലോസ് ആയിട്ടുണ്ടാവും. ഇവിടുത്തെ ഒരു കൾച്ചർ വെച്ചിട്ട് 6 മണിക്കും 7 മണിക്കൊക്കെ ഷോപ്സൊക്കെ ക്ലോസ് ചെയ്ത് കളയും. അതാണ് പ്രശ്നം. ഇത് ക്രിസ്മസ് ബോളാണ്. നമ്മൾ ക്രിസ്മസ് ട്രീയിൽ തൂക്കിയിടുന്ന ബോൾ. അതിൻ്റെ വലിയ ബോൾ, ഇതാ കൊച്ചിൻ്റെ സൈസും ബോളിൻ്റെ വലിപ്പം കണ്ടോ, നല്ല സൈസില്ലേ. ഇതാണ് ക്രിസ്മസ് ട്രീ. എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 1, 2, 3, 4 നില കെട്ടിടത്തിൻ്റെ ഹൈറ്റ് ഉണ്ടാവും കേട്ടോ ഇതിന്. നല്ല രസമുണ്ട്. ഇത് എന്തോ ഇതിൻ്റെ ഓപ്പണിംഗ് സെറമണിയൊക്കെ ഉണ്ടായിരുന്നു, ക്രിസ്മസ് ലൈറ്റ്സിൻ്റെ ഓപ്പണിംഗ് സെറമണിയൊക്കെ ഉണ്ടായിരുന്നു. ഭയങ്കര ആഘോഷമാണല്ലോ ഇവിടുത്തെ ക്രിസ്മസ് എന്നൊക്കെ പറഞ്ഞാൽ. അതാണല്ലോ പോകുന്നത്. നദാ, എങ്ങനെയുണ്ട് ക്രിസ്മസ് ട്രീ? ക്രിസ്മസ് ട്രീ എങ്ങനെയുണ്ട്? നീ ഇവൻ ഇതൊക്കെ വലുതാവുമ്പോൾ ഈ കിടന്ന് കാണിക്കണ കോപ്രായൊക്കെ വീഡിയോ കാണുമ്പോൾ നീ ആലോചിക്കും, അയ്യോ ഞാനിങ്ങനെയൊക്കെ ചെയ്തല്ലോ എന്ന് ആലോചിക്കും കേട്ടാ കൊരങ്ങച്ച. ആ ചേച്ചി നമ്മുടെ വീഡിയോ എടുക്കുന്നു, ആ ചേച്ചി വീഡിയോ നമുക്ക് എടുക്കാം. അല്ലാതെ കൊള്ളാം. നല്ല ലൈറ്റൊക്കെ ഉണ്ട്. ലേസർ ലൈറ്റാണ് കൊടുത്തേക്കണേന്ന് തോന്നുന്നു. എന്തോ പ്രോഗ്രാമൊക്കെ ചെയ്തിട്ടുണ്ട്. ലൈറ്റ് ഇങ്ങനെ ഓടി കളിക്കുന്നുണ്ട്. റെഡും ഗ്രീനും ആണ് അതിൻ്റെ മെയിനായിട്ടുള്ള കളർ കോമ്പിനേഷൻ കൊടുത്തിരിക്കുന്നത്. ടോപ്പ് ഓഫ് ദ ട്രീയിൽ ഒരു ക്രിസ്മസ് സ്റ്റാർ കാണുന്നുണ്ട്. ക്രിസ്മസ് സ്റ്റാർ എന്നതാ. കൊള്ളാം, അടിപൊളിയായിട്ടുണ്ട്. ലൈറ്റ് കാണിക്കണ്ട. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ഞങ്ങൾ വെറുതെ എന്ത് കാണാൻ പറ്റും? സൂവോ? സൂ ഇവിടെ നല്ലടാ. എവിടെ കാണാൻ പറ്റും? ആണോ? പറഞ്ഞു. ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു എന്ന് പറയാം. ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു. ബൈ ബൈ പറ. ഇവിടെ നോക്കി പറ. ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു. അപ്പോൾ നമ്മൾ വെറുതെ ഒന്ന് ഓക്ലാൻഡ് സിറ്റി എക്സ്പ്ലോർ ചെയ്യാൻ ഇറങ്ങിയതാണ്. അപ്പോൾ നല്ല ബീച്ച്, പിന്നെന്തോടി നല്ല ലൈറ്റ്സ്, ക്രിസ്മസ് ലൈറ്റ്സ്, അങ്ങനെ നല്ല അടിപൊളി സ്ഥലങ്ങളൊക്കെ കണ്ടു കേട്ടോ. കുറേ കാണാത്ത സ്ഥലങ്ങളൊക്കെ കണ്ടു. നൈറ്റ് മാർക്കറ്റ് കണ്ടു. എന്തായാലും ഇതുപോലെ അടുത്ത ഒരു ഡിജിറ്റൽ ഡയറി ആയിട്ട് തിരിച്ചു വരാം അല്ലേ. ഓക്കെ, ബൈ.